ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് യൂട്യൂബിൽ തന്നെ അങ്ങനെ ആരും ഉണ്ടാക്കിയൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മളാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇടുന്നത്. വെറൈറ്റിയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കൊത്തു പൊറോട്ടയാണ്. പക്ഷെങ്കിൽ ഇത് മീറ്റിലോ മുട്ടയിലോ ഒന്നുമല്ല ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ ട്യൂണ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ട്യൂണ കൊത്തു പൊറോട്ട കാണുമ്പോൾ ചെറിയൊരു ഭംഗി തോന്നുന്നില്ലേ? അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സവാള, തക്കാളി, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ക്യാനിൽ വരുന്ന ആ ഒരു ട്യൂണ ഇല്ലേ, അതും കൂടെ ഒരു ടിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം പാൻ വെക്കണം. പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണം. ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതൊരു 1/4 ഭാഗം വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് അങ്ങ് തക്കാളി ഉടഞ്ഞൊന്നും പോകണ്ട, ഏകദേശം ഒന്ന് വഴണ്ടാൽ മതി. അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടികളും ഇല്ല. മഞ്ഞൾപ്പൊടി, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം ലേശം മുളക് പൊടി ചേർത്താലും മതി. ഇനി എന്നിട്ട് അതിനകത്തേക്ക് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമ്മൾ ആ ട്യൂണയുടെ ആ ഫിഷ് ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കാം. ട്യൂണയുടെ ക്യാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചൂരമീൻ മേടിക്കത്തില്ലേ, അതിതുപോലെ കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ച് വെക്കുമ്പോഴത്തേക്കിന് ഒരു 3-4 പീസ് മാറ്റി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് ഇതേപോലെ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ തിരിച്ചു വന്നാലോ. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് കുരുമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി ഈ ഫിഷ് വേവിച്ചതാണ്, എന്നാലും നമ്മുടെ ഒരു ആശ്വാസത്തിന് ഈ മസാല എല്ലാം കൂടി ഇതിനകത്ത് പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഒന്നെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രോസൺ മേടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അതാണെങ്കിലും മതി. അപ്പം ഞാൻ ഓൾറെഡി പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഉണ്ടാക്കി. എന്നിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ, നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഈ ട്യൂണ ഈ എല്ലാ പൊറോട്ടയിലും പിടിക്കണം. അതുപോലെ നമ്മൾ എത്ര മാക്സിമം ഇളക്കാവുന്നതിൻ്റെ അത്രയും നമ്മൾ ഇളക്കിയെടുക്കണം. കാരണം ഈ മസാലയും ഈ പൊറോട്ടയും കൂടെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് അവർ എങ്ങനെയൊക്കെയോ ഇങ്ങനെ തട്ടിയിട്ടൊക്കെയാണല്ലോ അടിക്കുന്നത്. അത് നമുക്ക് എന്താണേലും വീട്ടിലുണ്ടാക്കുമ്പോൾ പറ്റുന്നവർ കാണും. പക്ഷെ നമ്മളിതിപ്പം ഒരു ചെറിയൊരു കുഴിഞ്ഞ പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അതെന്താണെങ്കിലും നമുക്ക് പോസിബിൾ അല്ല. അപ്പം മാക്സിമം നമ്മൾ കൈകൊണ്ട്, അതായത് ഈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഉപ്പ് നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലേശം കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകം പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ട്യൂണ കൊത്തു പൊറോട്ട വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്താണേലും ഈ ട്യൂണ കിട്ടുമ്പോഴത്തേക്കിന് ഒന്നുണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ.